ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈവം വലിയ അപ്പൻ, ധാരാളം സമ്പത്തുള്ള ആളാണ്. നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്ന ദൈവത്തിന് ഇഷ്ടം? ധാരാളം സമ്പത്തോടെ ജീവിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സാമ്പത്തികത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ നല്ല സ്ഥിതിയിലിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സുഭാഷിതം 10:22 പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് ദൈവത്തിൻ്റെ മക്കളെ ഒരുപാട് അനുഗ്രഹിക്കുക എന്നുള്ളത്. ദൈവം അനുഗ്രഹിച്ചാൽ ആ കുടുംബത്തിന് ദൈവം അനുഗ്രഹമായി കൊടുക്കുന്ന ഒരു കാര്യമാണ് ധാരാളം സമ്പത്ത്. പ്രൈസ് ദി ലോർഡ്. ഇനി ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായത്തിൽ 4-5 വാക്യങ്ങളിലേക്ക് വരാം. ദൈവം സത്യമായിട്ട് അങ്ങ് അനുഗ്രഹിച്ചാൽ നമുക്ക് മാത്രം, നമ്മുടെ മക്കളുടെ കാലത്ത് ഇഷ്ടം പോലെ സമ്പത്തുണ്ടാവും. നമ്മൾ അവർക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഈ അനുഗ്രഹത്തിന് ഉടമയായി നമ്മുടെ ജീവിതം മാറ്റിയാൽ നമ്മുടെ കാലത്ത്, നമ്മുടെ മക്കളുടെ കാലത്ത്, മക്കളുടെ കാലത്തൊക്കെ ഇഷ്ടം പോലെ ദൈവം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് ഉൽപ്പത്തി 26, 4-5 വാക്യങ്ങൾ വായിക്കാം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. അബ്രാഹത്തോട് ദൈവം പറഞ്ഞതാണ്. ഈ ദേശമെല്ലാം അവർക്ക് ഞാൻ നൽകും. നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. കാരണം അബ്രാഹാം എൻ്റെ സ്വരം കേൾക്കുകയും എൻ്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു. ഇസഹാക്കിൻ്റെ കാലത്ത് നാട്ടിൽ വലിയൊരു ക്ഷാമം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ സാമ്പത്തിക മാന്ദ്യം. ഇപ്പം ക്ഷാമത്തിന് പകരം പറയുന്ന വേറൊരു വാക്കാണ് സാമ്പത്തിക മാന്ദ്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ മാന്ദ്യം ഉണ്ടായൊരു കാലം, ഇത് വലിയ കഠിനമായി ബാധിച്ച മാന്ദ്യമായി പോയി അത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ വലിയ ക്രൈസിസ് വരാൻ പോവുകയാണ്. പക്ഷെ ദൈവം അപ്പോഴേക്കും ഇടപെട്ട്, ദൈവം പ്രത്യക്ഷപ്പെട്ട് ദൈവം പറഞ്ഞു, ഇസഹാക്കേ, അതാണ് 26-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അബ്രാഹത്തിൻ്റെ കാലത്തുണ്ടായതിന് പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി. ഇസഹാക്ക് ഗരാറിൽ ഫിലിസ്തീനയുടെ രാജാവായ അബീമേലെക്കിൻ്റെ അടുത്തേക്ക് പോയി. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക, ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിനക്കും നിൻ്റെ പിൻതലമുറക്കാർക്കും ഈ നാട് മുഴുവൻ ഞാൻ തരും. നിൻ്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിൻ്റെ സന്തതികൾ ഞാൻ വർദ്ധിപ്പിക്കും. ഈ ദേശമെല്ലാം അവർക്ക് ഞാൻ നൽകും. നിൻ്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. കാരണം ഇതിനെല്ലാത്തിൻ്റെയും കാരണം ഒരെണ്ണേ ഉള്ളൂ. ഇത്രയും, അതായത് ഇസ്ഹാക്കിനെ ക്ഷാമത്തില്ലാതെ നോക്കും, ഇസ്ഹാക്കിൻ്റെ മക്കളെ ക്ഷാമമില്ലാതെ നോക്കും, തലമുറകളെ ക്ഷാമമില്ലാതെ ഞാൻ നോക്കും. ഈ ഭൂമി നിങ്ങൾക്ക് തരും, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് ഒത്തിരി സമ്പത്ത് തരുമെന്ന് ഇങ്ങനെ ആവർത്തിച്ച് ദൈവം പറയുക. ഇതിനെല്ലാം ഒറ്റ കാരണമാണ് ബൈബിളിൽ 26-ാം അധ്യായത്തിൽ പറയണത്. അതിലൊന്ന് 5-ാമത്തെ വാക്യത്തിലാണ് കൊടുത്തത്. കാരണം അബ്രാഹം എൻ്റെ സ്വരം കേൾക്കുകയും എൻ്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹത്തിൻ്റെ എളുപ്പമുള്ള 2ാമത്തെ വഴിയാണത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുക. എന്താണ് ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ കേൾക്കുന്നതിന് പ്രസക്തിയുണ്ട്. ഈ വചനം കേൾക്കുന്ന വ്യക്തിക്ക് അത്ഭുതങ്ങളുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഈ വചനം കേൾക്കുന്ന വ്യക്തിയുടെ സാമ്പത്തിക മേഖലയിൽ വിടുതലുണ്ടാവും. ഈ വചനം കേൾക്കുന്ന വ്യക്തിയുടെ ജീവിതത്തെ ദൈവം വിലമതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കേട്ട വചനങ്ങൾ സൂക്ഷ്മമായി പാലിക്കാൻ ഒരു വ്യക്തി ഉദ്യമിച്ചാൽ ആ വ്യക്തിയുടെ കാലത്ത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മക്കളുടെ കാലത്ത്, മക്കളുടെ തലമുറകളായി അവരുടെ സാമ്പത്തിക കാര്യത്തിൽ ദൈവം ശ്രദ്ധിച്ചിരിക്കും. ഹല്ലേലൂയ. അത്രമാത്രം ശക്തിയുള്ള ഒരു അനുഗ്രഹമാണ്, അനുഗ്രഹത്തിൻ്റെ പാതയാണ് ദൈവവചനം കേൾക്കുക, ദൈവവചനം അനുസരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതാണ് ഉൽപ്പത്തി 26:5. കാരണം അബ്രാഹാം എൻ്റെ സ്വരം കേൾക്കുക. അപ്പം അബ്രാഹാം മരിച്ചതിന് ശേഷം ഇസ്ഹാക്കിനോട് ദൈവം പറയാണ്, ഇതിനെല്ലാം കാരണം നിൻ്റെ അപ്പൻ അബ്രാഹാം ദൈവസ്വരം കേൾക്കുകയും എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പ്രമാണങ്ങളും പാലിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പം വചനം കേൾക്കുന്നതും അത് പാലിക്കുന്നതും ദൈവസന്നിധിയിൽ അങ്ങേയറ്റം സാമ്പത്തിക ഉയർച്ച കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ്. പ്രൈസ് ദി ലോർഡ്.
ഉറക്കെ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സാമ്പത്തികമായി തകർന്നൊരു വ്യക്തി, അച്ഛൻ കാനഡയിൽ ഈ കഴിഞ്ഞ മാസത്തിൽ ധ്യാനത്തിന് ചെന്നപ്പോൾ അവിടെ കാൽഗറി എന്ന് പറഞ്ഞ സ്ഥലത്ത് ധ്യാനത്തിൽ പങ്കെടുത്തു. ആ വ്യക്തിയുടെ പ്രത്യേകത എങ്ങനെയാണ്? അദ്ദേഹം എൻജിനീയറിംഗ് ആ സെക്ഷനിൽ പഠനം കഴിഞ്ഞ് നല്ല റാങ്കോടെ പാസ്സായി ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം അവിടെ ചെന്ന് അവിടുത്തെ നിയമം അനുസരിച്ചും പഠിച്ച് എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പാസ്സായി. പക്ഷേ അദ്ദേഹത്തിന് പഠിച്ച രംഗത്ത് ജോലി കിട്ടണില്ല. പകരം വേറെ ചിലത് കിട്ടുന്നുണ്ട്, ഗ്യാസ് സ്റ്റേഷനിലോ വല്ല ബിസിനസ് മാർക്കറ്റിലോ പല സ്ഥലത്തും കിട്ടുന്നുണ്ട്. അല്ലാതെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത്രയും പഠിച്ചിട്ട് ഞാൻ പഠിച്ച രംഗത്ത് ജോലി കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്ത് പ്രയോജനം? പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അവിടെ കടുത്ത സാമ്പത്തികമാന്യം അനുഭവിക്കുന്ന സമയമാണ്. ആ സമയത്താണ് വചനങ്ങൾക്ക് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ ബൈബിൾ ഈ 3 ദിവസം അവിടെ ധ്യാനമുള്ളൂ, ഈ 3 ദിവസം ബൈബിൾ കേട്ട് ധ്യാനം കേട്ട് വചനം കൂടി ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചേട്ടൻ്റെ സ്വഭാവം മാറ്റിയാൽ അനുഗ്രഹം ഉണ്ടാവും. അപ്പോൾ എന്ത് സ്വഭാവം മാറ്റണമെന്ന് ചോദിച്ചപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എതിരായിട്ടുള്ളതൊക്കെ മാറ്റണം. ഉടനെ ചേട്ടൻ ചോദിച്ചു, കണ്ടുകൂടി മാറ്റണമെന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ബൈബിളിൽ ലംഘിക്കപ്പെട്ട വചനം നമ്മുടെ ജീവിതത്തിൽ വചനത്തിന് എതിരായി നമ്മൾ വചനം തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ആദ്യം മനസ്സിൽ തോന്നും. അപ്പോൾ വചനത്തിനെതിരായ തെറ്റുകൾ മാറ്റണം എന്ന് നിങ്ങളോട് ഒരാൾ പറഞ്ഞാൽ ഉടനെ തോന്നും എന്തൊക്കെയാണ് വചനത്തിനെതിരായ ജീവിത രീതി, അത് നിങ്ങളുടെ ഉള്ളിൽ പൊങ്ങി വരും. അപ്പോൾ നിങ്ങൾ സംശയമായിട്ട് ചോദിക്കും, അത് മാറ്റണം, ഇത് മാറ്റണം. അതിൻ്റെ അർത്ഥം അതൊക്കെ മാറ്റാൻ വേണ്ടി തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, സംശയമില്ല, കള്ളുകൂടി മാറ്റിയേ പറ്റൂ. അദ്ദേഹം കള്ളുകൂടി ഉപേക്ഷിച്ച് നോക്കുക. അതാണ് കണ്ണു അടച്ച് വചനം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ. അദ്ദേഹം മദ്യപാനം ഉപേക്ഷിച്ച്. പിന്നെ നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ മദ്യപാനം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അദ്ദേഹം അത് ഉപേക്ഷിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ദിവസം ധ്യാനം കൂടി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് വീട്ടിൽ പോയി. തിങ്കളാഴ്ച ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് ധ്യാനത്തിന് പോയി. തിങ്കളാഴ്ച അദ്ദേഹം വിളിച്ച് പറയാം, എൻ്റെ അച്ഛാ, ഞാൻ 6 വർഷം കാത്തിരുന്ന അത്ഭുതം ഇന്ന് സംഭവിച്ചെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച വെബ്സൈറ്റ് നോക്കുമ്പം അദ്ദേഹം കമ്പ്യൂട്ടറിൽ നോക്കുമ്പം അദ്ദേഹം ഒരു കമ്പനി എഞ്ചിനീയേഴ്സിനെ ക്ഷണിച്ചിരിക്കുകയാണ്. ഉടനെ അദ്ദേഹം കമ്പ്യൂട്ടറിൽ തന്നെ കാര്യങ്ങൾ ഫീഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ അപേക്ഷ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തു. കമ്പനി ആ അപേക്ഷ ഫോം പരിശോധിച്ചു. കമ്പനി അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തു. അദ്ദേഹം കമ്പനിക്ക് ഇൻ്റർവ്യൂവിന് ചെന്നു. കമ്പനി അദ്ദേഹം സെലക്ട് ചെയ്തു. 3 വർഷത്തെ ഇതിന് അദ്ദേഹം കോൺട്രാക്റ്റ് ഒപ്പിട്ട്. പ്രൈസ് ദി ലോർഡ്. 6 വർഷമായിട്ട് താൻ പഠിച്ച ട്രേഡിൽ ജോലി കിട്ടാതെ കണ്ണുനീരും കയ്യുമായിട്ട് നടന്നിരുന്ന ചേട്ടൻ്റെ ജീവിതത്തിൽ അദ്ദേഹം 3 ദിവസം വചനം കേട്ട് കുമ്പസാരിച്ച് പാവപേക്ഷിച്ച് കുർബാന സ്വീകരിച്ച് ദൈവമാർഗത്തിൽ നടക്കാൻ ബൈബിൾ കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ 6 വർഷത്തെ ആ നഷ്ടം, ആ 6 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് അപ്പോഴേക്കപ്പോഴേ ഉത്തരവുണ്ടായി. സാമ്പത്തിക മേഖലകളിലെ കെട്ടുകൾ അഴിച്ച് കർത്താവ് അനുഗ്രഹിച്ച്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോലി തടസ്സം, അതുപോലെ കുടുംബത്തിൽ സാമ്പത്തിക മേഖലകളിൽ തൊട്ടതെല്ലാം പരാജയപ്പെടുന്ന അന്തരീക്ഷം, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നാം ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ബൈബിൾ കേൾക്കാനും ധ്യാനം കൂടാനും ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥാനം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവവചനം കേട്ടാൽ സാമ്പത്തിക മണ്ഡലത്തിലെ കെട്ടുകൾ അഴിക്കുമെന്ന് മാത്രമല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ദൈവവചനം ഒരു വ്യക്തി സ്വീകരിച്ചാൽ ആ കുടുംബത്തിലേക്ക് ഒരു പകർച്ചവ്യാധി പോലും കയറാതിരിക്കാൻ ദൈവം കുടുംബത്തിന് സംരക്ഷണം ഏർപ്പെടുത്തുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബിനോയച്ചന് കർത്താവ് നൽകിയ ദൂതുകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ സൂചനയുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ തിരുവചനം, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും ചെയ്താൽ ഒരനർത്ഥവും ഒരു മഹാമാരിയും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് 15:26 നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ സ്വരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അത് ശ്രദ്ധാപൂർവ്വം ശ്രവിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഒരനർത്ഥവും നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഒരു മഹാമാരി പോലും വരാൻ ദൈവം അനുവദിക്കുന്നില്ല എന്നതാണ് ദൈവത്തിന്റെ തിരുവചനം നൽകുന്ന ഉറപ്പ്. ഹല്ലേലൂയ.
ഹൃദയം തുറന്ന് ഹല്ലേലൂയ. കോയമ്പത്തൂർ ഭാഗത്ത് അൽവേർണിയ എന്ന് പറയുന്ന സ്കൂളിനനുബന്ധിച്ച് സെഗിയോൺ ടീം ഒരു ധ്യാനം നടത്താണ്. അവിടെ കോളേജുകളിൽ താമസിച്ച് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ട ധ്യാനമാണ്. ആ ധ്യാനത്തിന്റെ നടുവിൽ ഒരു പെൺകുട്ടി ധ്യാനിക്കാൻ വന്നു. അവളുടെ പ്രശ്നമെന്ന് പറയുന്നത് MSW കഴിഞ്ഞ കുട്ടിയാണ്. അവൾക്ക് എന്തു ചെയ്തിട്ടും ജോലി ശരിപ്പെടുന്നില്ല. ഇപ്പം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമുള്ളത് ഇവരുടെ അമ്മയ്ക്ക് മാരകമായ ട്യൂമർ രോഗമാണ്. ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമർ രോഗമായിട്ട് തിരുവല്ല സ്വദേശിയാണ് ഈ കുട്ടി. അമ്മ അതിന്റെ രണ്ടാമത്തെ റേഡിയേഷൻ കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ തിരുവചനം കേട്ട് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ഈ സഹോദര ജീവിതത്തിൽ തിരുത്തേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് ആത്മീയ ബോധ്യം ലഭിച്ചു. എന്ന് പറഞ്ഞാൽ ചില പാപത്തിന്റെ വഴികളിലൂടെ പോയ സഹോദരിയായിരുന്നു. അവിടുന്ന് ദൈവത്തിന്റെ വചനം കേട്ട് ഈ സഹോദരി ചെയ്ത കാര്യം എന്താണെന്നറിയാവോ? അതുവരെ ചെയ്ത് എല്ലാ പാപങ്ങളെയും ഓർത്ത് ദൈവത്തിന്റെ വചനപ്രകാരം അനുദപിച്ച് കുമ്പസാരിച്ച് കണ്ണുനീരോടെ കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. എന്നിട്ട് ഈ സഹോദരി ധ്യാനം കഴിഞ്ഞു പോയി. ഈ ധ്യാനം കഴിഞ്ഞ് പോയതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞ് രാമനാഥപുരം എന്ന് പറയുന്ന പള്ളിയിൽ ഈ സഹോദരി സാക്ഷ്യം പറയാൻ വന്നു. അപ്പോൾ ഈ സഹോദരി പറഞ്ഞ കാര്യം എന്നറിയാവോ? ഈ സഹോദരി ഇവിടെ ധ്യാനം കൂടി വചനം അനുസരിച്ച് ജീവിതം വിശദീകരിച്ച അതേ സമയത്ത് തന്നെ തിരുവല്ലയിൽ അമ്മയുടെ ട്യൂമർ രോഗം കർത്താവ് സുഖപ്പെടുത്തി. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് നമ്മുടെ സഭയോട് ബന്ധപ്പെട്ട് തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടി. ഇപ്പോൾ കന്യാകുമാരി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സഹോദരി ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അതാ പറയാണ്, ദൈവത്തിന്റെ സ്വരം കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചാൽ ഒരു അനർത്ഥവും നമ്മുടെ ജീവിതത്തിൽ വരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സമ്മതിക്കുകയല്ല. ഹല്ലേലൂയ. അതാണ് യാക്കോബ് 1:22, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവർ കൂടി ആയിരിക്കുവിൻ. ദൈവത്തിന്റെ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവർ കൂടി ആയിരിക്കും. ഹല്ലേലൂയ. അഭിവൃദ്ധി പ്രാപിക്കാൻ കർത്താവ് നൽകിയ മാർഗം അതാണ്. നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം. അവിടെ വചനം ശ്രവിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും, വചനം ശ്രവിക്കാത്തവർക്ക് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്റ്റൈലിൽ എന്ന് പറഞ്ഞാൽ ചേരുമ്പടി ചേർക്കുന്ന പോലെ ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതാണ് നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ. നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം 2 മുതലുള്ള വാക്യം അച്ഛൻ വായിക്കാം. ഉണർവോടെ ശ്രദ്ധിച്ച് കേൾക്കാം. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. എന്നിട്ട് ലിസ്റ്റ് ഇട്ട് പറയാണ്, നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും അനുഗ്രഹം പ്രാപിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. അബ്രാഹത്തിന്റെ മകൻ ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നമ്മുടെ മക്കളുടെ തലമുറകൾ നമ്മൾ വചനം ശ്രവിക്കുന്നവരെ അവർ അനുഗ്രഹം പ്രാപിക്കും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹം പ്രാപിക്കും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹം പ്രാപിക്കും. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്നവോ? ഇത് വിശ്വസിക്കുന്നവോ? ഈ പറഞ്ഞ അതിന് എന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള സ്വാമിമരത്തിൽ ഹല്ലേലൂയ പറയുന്നു. കാര്യങ്ങൾ താഴ്ത്ത ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം ഇപ്പം നമ്മുടെ മനസ്സിലുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് നേരെ ചേരുമ്പടി വരച്ച് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ താഴെ പറയുന്നതൊക്കെ സംഭവിക്കും. 1, നഗരത്തിലും വയലിലും നീ ശപിക്കപ്പെട്ടതായിരിക്കും. അപ്പുറത്ത് എന്തായിരുന്നു? അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. ഇപ്പുറത്ത് പറഞ്ഞ വചനം ശ്രമിച്ചില്ലെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് കാര്യം സംഭവിക്കും. അടുത്ത വാക്യം, നിന്റെ അപ്പക്കൊട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹം പ്രാപിക്കും. അത് ശപിക്കപ്പെട്ടതായിരിക്കും. മറ്റിടത്തോ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ഇപ്പുറത്ത് നിന്റെ സന്താനങ്ങളും വിളവുകളും കന്നുകാലിക്കൂട്ടവും ആറ്റും പറ്റവും ശപിക്കപ്പെട്ടതായിരിക്കും. ശപിക്കപ്പെട്ടതായി തീരുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അനുഗ്രഹമില്ലാത്ത അവസ്ഥ എന്നാണ് അതിന്റെ അർത്ഥം. സകല പ്രവർത്തികളിലും നീ ശബ്ദനായിരിക്കുകയും ചെയ്യും. സ്വരമുയർത്തി ഹല്ലേലൂയ. മനസ്സ് തുറന്ന് ഹല്ലേലൂയ. അപ്പൊ ദൈവം കൃത്യം കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വചനം ശ്രമിച്ച ഇന്ന അനുഗ്രഹങ്ങൾ, വചനം ശ്രമിച്ചില്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നത്. പറയുമ്പോൾ സഹോദരങ്ങളെ, അച്ഛന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ശരിക്കും ഈ വചനത്തോട് ആഭിമുഖ്യം ഉണ്ടായ ഒരു അടിസ്ഥാന സംഭവം എന്ന് പറയുന്നത്, മൈനസ് സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ പനി, ഒരു 100-102 ഡിഗ്രി പനിയുണ്ട്. അപ്പൊ പാലക്കാട് പാലാട്ട് എന്ന് പറയുന്ന ആശുപത്രിയിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആശുപത്രി പോകുന്നത് വരെ ഞാൻ അവിടെ കിടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം പട്ടം കിട്ടിയ ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വടശ്ശേരി അച്ഛന്റെ ബാച്ചിൽപ്പെട്ട അച്ഛൻ, 20-കാരൻ അച്ഛൻ തന്നെ, ആ അച്ഛൻ അന്ന് ബ്രദറാണ്, എന്നെ കാണാനായിട്ട് വന്നു. അപ്പോൾ പനിയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഉടനെ ഈ ബ്രദർ, അപ്പോൾ പനിയുടെ വിശേഷം ഞാൻ പറഞ്ഞു, പനിയുണ്ട്, 102 ഡിഗ്രി പനിയുണ്ട്, 10 മണിയാകുമ്പോൾ പാലാട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഈ ബ്രദറിന് ഒരു ആത്മീയ പ്രേരണ കിട്ടി. എനിക്ക് വേണ്ടി വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നൊരു ആത്മീയ പ്രേരണ കിട്ടി.
ഈ ബ്രദർ കാര്യം എന്താണെന്നറിയോ? എൻ്റെ ജൂനിയർ ബ്രദറാണ്. ബ്രദർ അവിടെ നിന്ന് ഒരു വചനം എടുത്തു. അപ്പൊ കിട്ടിയ വചനം, ബ്രദർ പ്രാർത്ഥിച്ചെടുത്തപ്പോൾ കിട്ടിയ വചനം ഇതാണ്: ശതാധിപന്റെ ബ്രത്തിനെ കർത്താവ് വന്ന് സുഖപ്പെടുത്തിക്കൊള്ളാം എന്ന് പറയുന്ന വചനം. ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്തിക്കൊള്ളാം. ഹല്ലേലൂയ. ഈ വചനം കിട്ടിയോണ്ട് ഈ ബ്രദർ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? ഈ ബ്രദർ എന്റെ കിടക്കയ്ക്ക് സമീപം നിന്ന് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്തിക്കൊള്ളാം എന്ന വചനത്തിന് ശക്തിയാൽ ഈ ബ്രദറിന് പനി വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പനി വിട്ടുപോകുവോ? ഹല്ലേലൂയ. നിങ്ങൾ പോകുന്ന പറഞ്ഞു. എനിക്ക് അന്ന് അത്രയും ബോധ്യമില്ലായിരുന്നു. ഞാൻ ബ്രദറായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ ബ്രദർ എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്താണ് ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിക്കണത്? ബ്രദർ രണ്ടാം പ്രാവശ്യം സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ശരിക്കും ചിരി വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ പതുക്കെ ഈ പുതപ്പ് ഇങ്ങനെ ഇങ്ങോട്ട് മൂടി ശരിക്കും ബ്രദർ കാണാന്ന് വിചാരിച്ച് ബ്രദർ മൂന്നാം പ്രാവശ്യം വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ ബ്രദർ വിചാരിച്ചു എനിക്ക് ശരിക്കും വിശ്വാസമായെന്ന് വിചാരിച്ചിട്ടാണ് ബ്രദർ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചത്. അതിനുശേഷം ബ്രദറിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി. ആ കിടന്ന കിടപ്പിൽ കമ്പിളിയൊക്കെ പൊതിച്ച് കിടന്നിരുന്നുകൊണ്ട് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അരമണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ പനിയുടെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. അന്ന് എൻ്റെ ജീവിതത്തിൽ മനുഷ്യമനാൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഒരു ആത്മീയ ബോധ്യം കിട്ടി. ഏതെങ്കിലും ഒരു ദൈവ പൈതൽ വചനത്തെ ഗൗരവമായിട്ടെടുത്താൽ ആ ദൈവ പൈതലിനെ ദൈവവും ഗൗരവമായിട്ടെടുക്കും. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട ഓരോ വചനങ്ങളും നമ്മൾ ക്ലെയിം ചെയ്യണം. അല്ലെങ്കിൽ വെറുതെ കേട്ടിങ്ങനെ പോകും. നിങ്ങളിപ്പോൾ കേട്ട വചനം ഒന്നും നിങ്ങൾ ക്ലെയിം ചെയ്തില്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. പ്രൈസ് ദി ലോർഡ്. ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഈ റെനിയച്ചനും ബിനോയച്ചനും അത് അറിയാൻ പാടില്ല, സാജു അച്ഛനും അറിയാൻ പാടില്ല. ഒരു രഹസ്യമായിരുന്നു, അത് പരസ്യമാക്കാൻ പോവാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് അച്ഛൻ അട്ടപ്പാടിയിൽ കാരറ എന്ന കുഗ്രാമത്തിൽ കൂനിക്കൂടിയിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കാരറക്കാർ ഇവിടെ ഉണ്ടാവും. കാരറക്കാരുണ്ടെങ്കിൽ ഇപ്പം പ്രകോപനം ഉണ്ടാക്കരുത്. പ്രൈസ് ദി ലോർഡ്. കാരറ എന്ന പട്ടണത്തിലല്ല, ഇടവകയിൽ ഒരു കുഗ്രാമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് ഇങ്ങനെ കരിസ്മാറ്റിക് ധ്യാനത്തിനൊന്നും ഞാൻ പോകണം. എനിക്ക് അങ്ങനെ ഒന്നും ഇഷ്ടമല്ല. വലിയ പരിപാടിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാനിങ്ങനെ ചെറിയ കാര്യങ്ങൾ തോന്നി സൈഡ് ഒതുങ്ങി പോകാമെന്ന് പറയും, പുറമ്പോക്കിൽ കൂടെ പോകാമെന്ന് പറയും. അപ്പോൾ പുറമ്പോക്ക് ജീവിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാര്യമായിട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ മുന്നോട്ടൊന്നും വരാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് വേറെ എൻ്റേതായ വഴികളുണ്ട്. അപ്പോൾ അതല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് താല്പര്യമില്ലാതെ ഞാൻ അങ്ങനെ കാരറ എന്ന ഇടവകയിൽ അങ്ങനെ ചില മദ്യഷാപ്പ് വിരുദ്ധ സമരമൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പ്രദേശത്ത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒരു കൺവെൻഷൻ, ബഹുമാനപ്പെട്ട മാത്യു ഇലവങ്കലച്ചൻ, കൊച്ചു മാത്യു അച്ഛൻ്റെ ഒരു കൺവെൻഷൻ പാലക്കാട് ജില്ലയിലുള്ള രൂപതയിലുള്ള ഒരു ഇടവകയിൽ നടക്കുകയാണ്. ഭയങ്കര കൺവെൻഷൻ, 10,000 കണക്കിന് ജനങ്ങൾ സമ്മേളിച്ചിരിക്കുകയാണ്. ആ കൺവെൻഷൻ്റെ ഇടയിൽ അച്ഛൻ ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. പാലക്കാട് രൂപതയിൽ നിന്ന് ഒരു വൈദികനെ കർത്താവ് അഭിഷേകം ചെയ്ത് ഉയർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനവിടെ പോയിട്ടില്ല. ഞാനിങ്ങനെ ഇവിടെ എൻ്റെ മദ്യഷാപ്പ് വിരുദ്ധ സമരമായിട്ട് നടക്കുകയാണ്. 4 ജനങ്ങൾ എങ്ങനെയെങ്കിലും സമരത്തിന് കൂട്ടാവുന്ന എൻ്റെ നോട്ടം, അല്ലാതെ ധ്യാനത്തിന് പോകുന്നതിന് എനിക്ക് വലിയ താല്പര്യമില്ല. പോണവർ പോക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ഞാനത് കേട്ടില്ല. അതിൽ 2-3 അച്ഛന്മാർ, കേട്ട 2-3 അച്ഛന്മാരുണ്ടായിരുന്നു. അവരത് വന്നിട്ട് ഇവിടെ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ അച്ഛന്മാർ ഒരുമിച്ച് കൂടി ഇരിക്കുന്ന സമയത്ത് ഇവരിത് പറഞ്ഞു. നീ അറിഞ്ഞില്ലേ? ഉടനെ മറ്റേ എന്താണെന്ന് ചോദിച്ചു. നീ അറിഞ്ഞില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് പറഞ്ഞാൽ പാലക്കാട് രൂപതയെന്ന് ഒരച്ഛനെ കർത്താവ് അഭിഷേകം ചെയ്ത് ഉയർത്തുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞാൽ നീ ആയിരിക്കും, ഞാനായിരിക്കും, അങ്ങനെ അവനായിരിക്കും, ഇവനായിരിക്കും എന്നൊക്കെ തമാശയ്ക്ക് അച്ഛന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കയറി ചെല്ലുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ കൂട്ടരെ വിഷയം എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ കയറി ഇടപെട്ട്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, അച്ഛൻ അറിഞ്ഞില്ലേ? പാലക്കാട് രൂപത എന്നൊരു അച്ഛനെ കർത്താവ് അഭിഷേകം ചെയ്ത് ഉയർത്തുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ധ്യാനത്തിനൊന്നും പോയിട്ടില്ല, കേട്ടിട്ടില്ല. ഇവരിങ്ങനെ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷനാണുള്ളത്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആ കോണിയുടെ സൈഡിലേക്ക് മാറി നിന്നു. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അതെനിക്ക് വേണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാനത് ക്ലെയിം ചെയ്തെടുത്തു. അതെനിക്ക് വേണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവേ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് തന്നോളാൻ പറഞ്ഞു. ഞാനത് ക്ലെയിം ചെയ്തു. ഞാൻ പക്ഷേ എന്നിട്ട് എനിക്കതറിയാൻ പാടില്ല എന്താ ഈ അഭിഷേകം ചെയ്ത് ഉയർത്തുന്നത്. എന്താന്ന് അഭിഷേകം എന്ന് പറഞ്ഞ വാക്കുകാൻ എനിക്ക് അറിയാൻ പാടില്ല എന്താണെന്നുള്ളത്. അഭിഷേകം ഞാൻ വിചാരിച്ച തിരുപ്പട്ട അഭിഷേകം ഉണ്ട്, അതിൽ കുറിഞ്ഞിട്ടുള്ള അഭിഷേകം തിരിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ശരി. പിന്നെ ഞാൻ മധ്യസ്ഥാപ സമരമായിട്ട് പോയെങ്കിലും ഞാനത് ക്ലെയിം ചെയ്തല്ലോ. പിന്നെ ദൈവം തട്ടിമുട്ടി അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി ധ്യാനത്തിന് കൊണ്ടുപോയി, അവിടെ ഇട്ട് ഉരുട്ടി ഇവിടെ ഇട്ട് ഉരുട്ടി. എന്തായാലും ശരി, ദൈവം പടിപടിയായിട്ട് വചന ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നു.
പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ടുവന്നു, ഈ ദർശന വരങ്ങളിൽ വിശ്വാസം തന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ വിശ്വാസം തന്നു, വചനത്തിൽ വിശ്വാസം തന്നു, ആത്മീയ കാര്യങ്ങൾ വെളിപ്പെടുത്തി. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ രൂപതയിൽ നിന്ന് ആദ്യമായിട്ട് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊരു അച്ഛനെ പിതാവ് വേർപെടുത്തി എന്ന് പറഞ്ഞാൽ ഇടവക അജപാലന ദൗത്യമാണ് ഞങ്ങൾക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇടവക വികാരിയായിരിക്കാൻ വേണ്ടിയാണ് സെമിനാരി പഠിക്കുന്നത്. അങ്ങനെയുള്ള അച്ഛനെ, ഇത് കോൺഗ്രിഗേഷൻ എന്നുള്ള രൂപത വൈദികനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അച്ഛനെ പിതാവ് പറയണം, ശരി എന്നാൽ അച്ഛൻ ഇനി ഒരു കാര്യം ചെയ്യും, കുറച്ച് കാലത്തേക്ക് ഞാൻ ഇനി തുടർന്നൊരു കൽപ്പന തരുന്നത് വരെ അച്ഛൻ 24 മണിക്കൂറും വചന ശുശ്രൂഷയ്ക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞ് ഓർഡർ ഇട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ കർത്താവ് പടിപടിയായിട്ട് അനുഗ്രഹം ചെയ്ത് അഭിഷേകം ചെയ്ത് ഉയർത്തി. മാത്രമല്ല പിന്നെ ഞാൻ കാണുന്നത് കർത്താവ് സഹപ്രവർത്തകരായി തരുന്ന അച്ഛന്മാരെ എല്ലാം അഭിഷേകം ചെയ്ത് ഉയർത്തുകയാണ്. സാജു അച്ഛനെ, ബിനോയ് അച്ഛനെ, റെനി അച്ഛനെ, സോജി അച്ഛനെ, ആരെയൊക്കെ സഹപ്രവർത്തനം അവരെല്ലാം കർത്താവ് അഭിഷേകം ചെയ്ത് ഉയർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് ഒരു അഭിഷേകം രൂപതയ്ക്ക് കൊടുത്ത് ഞാനത് ക്ലെയിം ചെയ്തു. അപ്പോൾ എന്നിലത് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞാൻ വിചാരിച്ചു ഇതായിരിക്കും വലിയ അഭിഷേകം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇതൊക്കെ ചെറുത്, വലുത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് മുഴുവനും ഇതുപോലെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വചനങ്ങളും. ഇത് ആരാണോ ക്ലെയിം ചെയ്യുന്നത് അവരുടെ തലയിരിക്കും കാര്യം. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, നിൻ്റെ മാവ് കുഴയ്ക്കുന്ന കലവും അപ്പക്കുട്ടി അനുഗ്രഹീതമായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളത് ക്ലെയിം ചെയ്യണം, കർത്താവ് അത് എനിക്കായിരിക്കട്ടെ എന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഈ വചനങ്ങളെല്ലാം അനുസരിച്ച ബൈബിൾ നൽകുന്ന വാഗ്ദാനം എങ്ങനെയാണ്? നിയമാവർത്തനം 28 അധ്യായം 1-2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നിന്നെ ഈ ഭൂമിയിലുള്ള മറ്റെല്ലാ ജനതകളെക്കാളും ഞാൻ ഉന്നതനാക്കും. നിയമാവർത്തനം 28:1. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. ഉടനെ നമ്മളത് അവകാശപ്പെടുന്നു, കർത്താവ് ഈ വചനം എനിക്ക് വേണം, ഇതുപോലെ തന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞത് കാണാതെ പഠിക്കണം. എന്നിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ഇന്നങ്ങോട്ട് തുടങ്ങിയ നാളെ അങ്ങോട്ട് 100% പെർഫെക്റ്റ് ആകില്ല. അത് ദൈവം തന്നെ പെർഫെക്റ്റ് ആക്കിക്കോളും. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ആഗ്രഹം, ഒരു ക്ലെയിം, ഒരു തുറവിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഒന്ന് കര ഉയർത്തി നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വചനങ്ങളെല്ലാം ക്ലെയിം ചെയ്ത് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും പരിശുദ്ധാത്മ ദാനങ്ങളും നിറയണം. ഈ ബൈബിളിലെ മുഴുവൻ വചനങ്ങൾ എനിക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ ബൈബിൾ എനിക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറയായി നൽകപ്പെട്ടിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രമാണമാണിത്, എൻ്റെ ജീവിതത്തിൻ്റെ നിർദ്ദേശങ്ങളാണിത്, എൻ്റെ ജീവിതത്തിനുള്ള കൽപ്പനകളാണിത്. ആഗ്രഹിക്കുന്നു, ഇതെല്ലാം എനിക്ക് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഈ സമൂഹത്തിൽ വചനാഭിഷേകം നൽകണമേ, കൃപയുടെ അഭിഷേകം നൽകണമേ, വചനദാഹം നൽകണമേ കർത്താവേ. വചനം അനുസരിക്കാൻ, വചനം കേൾക്കാൻ, വചനം ദാഹത്തോടെ സ്വീകരിക്കാൻ. ഒരു ദാഹാർത്തനായ മനുഷ്യൻ വെള്ളം കുടിക്കുന്നത് പോലെ വചനം ദാഹിച്ച് 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 പാനം ചെയ്യാൻ ഈ സമൂഹത്തിന് അനുഗ്രഹം കൊടുക്കണമേ കർത്താവേ. 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 വചനത്തിന്റെ അഭിഷേകം നൽകണമേ കർത്താവേ. വചനത്തിന് അഭിഷേകം നൽകണമേ കർത്താവേ. വചനത്തിന് അഭിഷേകം നൽകണമേ കർത്താവേ. വചനത്തിന് അഭിഷേകം നൽകണമേ കർത്താവേ. വചനത്തിന് കൃപ നൽകണമേ കർത്താവേ. വചനത്തിന് വേണ്ടി കുടുംബങ്ങളെ തുറക്കണമേ കർത്താവേ. വചനത്തിന് വംശങ്ങളെ ഉണർത്തണമേ കർത്താവേ. വചനത്തിന് വംശങ്ങളെ ഉണർത്തണമേ കർത്താവേ. വചനത്തിന് വേണ്ടി വംശങ്ങളെ ഉണർത്തണമേ കർത്താവേ. വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി ദേശങ്ങളെ ഉണർത്തണമേ കർത്താവേ. എല്ലാ ശുശ്രൂഷകരെ ഉണർത്തണമേ കർത്താവേ. ഈ സമൂഹത്തിലെ ശുശ്രൂഷകരെല്ലാം ഉണരട്ടെ കർത്താവേ. വചനത്തിന് വേണ്ടി ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉറക്കെ ഉറക്കെ യേശുവേ, അഭിഷേകത്തിന് ശക്തി നിറയട്ടെ, അഭിഷേകത്തിന് ശക്തി നിറയട്ടെ, അഭിഷേകത്തിന് ശക്തി നിറയട്ടെ. പരിവർത്തിച്ച ആത്മാവ്, വചനമാകുന്ന ആത്മാവ്, ജീവനും ആത്മാവുമായ വചനങ്ങൾ ഇപ്പോൾ പരിവർത്തിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കട്ടെ, വചനത്തിന്റെ ആത്മാവ് പരിവർത്തിക്കട്ടെ. പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വെള്ളത്തിനും മീതെ പരിവർത്തിച്ച വചനത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഉള്ളത്തിൽ നിന്നു വന്നു നിറയണമേ, കൊള്ളുവാനിടമില്ലാതൊഴുകേണമേ.
ഉള്ളത്തിൽ നിന്നു വന്നു നിറയണമേ കൊള്ളുവാനിടമില്ലതൊഴുകണമേ ദാഹിക്കുന്നേ കുളിരണിയണമേ പാപിക്കു മോചനമേകണമേ ദാഹിക്കുന്നേ കുളിരണിയണമേ പാപിക്കു മോചനമേകണമേ സത്യരൂപിയാം നിത്യദൈവമേ കത്തിപ്പടരണമിവിടെ സത്യരൂപിയാം നിത്യദൈവമേ കത്തിപ്പടരണമിവിടെ സത്യരൂപിയാം നിത്യദൈവമേ കത്തിപ്പടരണമിവിടെ സത്യരൂപിയാം നിത്യദൈവമേ കത്തിപ്പടരണമിവിടെ കത്തിപ്പടരണമിവിടെ ഹല്ലേലൂയ.